സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. സോ ഇന്ന് ഞാൻ എൻ്റെ മേമിൻ്റെ വീട്ടിലേക്ക് പോകട്ടോ. ഞാൻ മാത്രമല്ല, വീട്ടിലെല്ലാവരും തന്നെ പോകുന്നുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കറിയിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മയും മേമയും പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്നാ വ്ളോഗ് എടുത്താലോ, കുറച്ച് എന്താ പറയുക, അവിടെ പോയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുട്ടി വ്ളോഗ് ചെയ്യാമെന്ന് അപ്പോഴവിടെ ചിന്തിച്ചത്. അതുകൊണ്ടാണ് അപ്പം മുതൽക്ക് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോ നിർത്തിയിട്ട് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ചെടികളുണ്ട്. അതിൻ്റെ അവർ ആ എൻട്രൻസിലായിട്ട് അവർ മരം വരുന്നത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഒരു ആണും പെണ്ണും അതിൻ്റെ ഒരു ഷേപ്പിൽ കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അങ്ങനെ മേമ സാധനമൊക്കെ വാങ്ങിച്ചു വന്നു. മേമയും അമ്മയും കൂടിയും ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഓട്ടോയിൽ ബാക്കിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് പേര് പോകുന്നതുകൊണ്ട് തന്നെ ഓട്ടോയിൽ അത്രയും സ്പേസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിലാണ് ബേക്കറി ഒക്കെ വെക്കുന്നത്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ അവിടേക്ക് പോകുന്ന റൂട്ടിനല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫുള്ള് നമുക്ക് വണ്ടിയൊന്നും പോകുന്നില്ല, ബസ്സും പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാലിയാർപ്പുഴയാണ് കേട്ടോ. ഈ ഒരു റൂട്ടിന് പോകുമ്പോൾ നമുക്ക് ചാലിയാർപ്പുഴ കാണാനായിട്ട് പറ്റും. സോ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ ഫൈനലി മാമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താ പറയുക, നല്ല ചൂടാണ് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ വണ്ടിയിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴും ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടോ. അതിലേക്ക് ചിപ്സും പിന്നെ നമ്മൾ ഈ വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു കേക്ക് ആയിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് പൂച്ച കുട്ടികളെയൊക്കെ കാണിച്ചിരുന്നില്ല. ആ പൂച്ചയാണ് കേട്ടോ പോകുന്നത്. ഹലോ, അപ്പം നമ്മളിവിടെ എത്തിയിട്ട് കുറച്ച് നേരമായിട്ടോ. ഓരോരുത്തർ ഓരോ സ്ഥലത്താണുള്ളത്. പലരും ഇങ്ങനെ ഓരോരുത്തരെ കണ്ടപ്പം പാപ്പനും മേമയും അമ്മമ്മയും എല്ലാവരും സ്ഥലത്ത് സംസാരിച്ചിരിക്കുന്നുണ്ട്. അമ്മയും അനിയത്തിയും അവരെല്ലാവരും കിച്ചണിലുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്കാണുള്ളത്. ടിവിയിൽ ഗോഡ് ഫാദർ ഫിലിം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോപ്പിറൈറ്റ് കിട്ടൂലേക്കും. അപ്പം മാമിൻ്റെ മോള് ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പ്രസാദം ഉണ്ടായിരുന്നു കേട്ടോ. അത് അവൾ എനിക്ക് കൊണ്ടു തന്നു. അപ്പം ഞാൻ അതെടുത്ത് കഴിക്കുകയാണ് കേട്ടോ. വളയനാട് ക്ഷേത്രം, ഞാനിതിൻ്റെ മുന്നേ എൻ്റെ വിഷുവിൻ്റെ അന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഇലയിൽ ഊണ് കഴിക്കുകയാണ്. മീൻകറിയും പച്ചക്കറിയും മീൻ പൊരിച്ചതും പിന്നെ ഒരു സാലഡ്, നമ്മുടെ തൈരിട്ടുണ്ടാക്കില്ലേ, അതും അച്ചാറും ഉപ്പേരിയും ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചത്തെ ഊണിന് അത്രയും ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചു. ഹലോ, അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചു. ചായ കുടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ പ്രേമലു ഫിലിം കണ്ടോണ്ടിരിക്കുകയാണ്. കുറച്ച് ഗസ്റ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരെല്ലാവരും കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കുറുമണ്ണിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയില്ലേ, അപ്പൊ അവിടേക്ക് പോയിരിക്കുകയാണ്. അതിലൊരു ബേബി ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി വരികയാണെങ്കിൽ എനിക്ക് ഞാൻ കാണിച്ചു തരാം. കൂടി വന്നു, പാലൊക്കെ വാങ്ങാൻ വന്നതാണ്. പാലൊക്കെ വാങ്ങി പോവുകയാണ്. കളിച്ച് വന്നിട്ടേ വേർത്ത് മുങ്ങിയിട്ട് ഒരു വഴിയായിണ്ട്. പോയിട്ട് ഇനി വരുമോ? ഇനി വരില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബേബി അവർ പെട്ടെന്ന് തന്നെ വന്നപ്പം പോയിട്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ തൂലികയാണ് ഇപ്പോൾ വന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള വ്ളോഗ്സിലൊക്കെ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഈ കൊലായിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സൺലൈറ്റ് ഉണ്ട് കേട്ടോ, സൺ കിസ്ഡ്. പിന്നെ എന്താ പറയാ, അപ്പം ഈവനിങ് ടൈമൊക്കെ ആയി ഞാനിവിടെ വന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈവനിങ്ങിൽ ഇവിടെ ഇരിക്കുമ്പം ഈ ഭാഗത്തു നിന്നായിട്ട് ഭയങ്കരമായിട്ട് സൺലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നമ്മുടെ ഫേസിന് സൺ കിസ്ഡ് ഫേസ് ആണ്. ഞാൻ ഈ ഫ്രണ്ട് ക്യാമിലല്ലാതെ ബാക്ക് ക്യാമിൽ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് നോക്കൂട്ടോ. പക്ഷെ അത് പറ്റില്ല. ഫസ്റ്റ് 1-2 വീഡിയോസ് എടുത്തു കേട്ടോ. ഈ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ നോക്കിയാൽ പക്ഷെ എനിക്കത് അങ്ങോട്ട് സെറ്റായി കിട്ടുന്നില്ല. ബാക്ക് ക്യാമറ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, പക്ഷെ എന്താണെന്ന് അറിയില്ല, അത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഇപ്പൊ എടുത്തെടുത്ത് ശീലമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് കുറേ കാലമായിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനെ കുറിച്ചല്ല, ഗിവ് അവേനെ കുറിച്ചാട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിലല്ല, ഷോർട്സ് ഇട്ട സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ ഇത് പ്രൊഡക്ട്സ് ഒക്കെ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ കുട്ടി ഇതുപോലെ തന്നെ ഗിവ് അവേ വെക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, കുറച്ച് ഫാമിലി മെമ്പേഴ്സ് അല്ലേ ഉള്ളൂ, 1K പോലും ആയിട്ടില്ല. ഇപ്പം 1K ക്രോസ് ചെയ്തു. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ബിഗ് ഫാമിലി ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കും ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പം ഗിവ് അവേ ഇങ്ങനെ വെച്ചാലോ വിചാരിക്കുന്നത്. കാരണം ഇൻസ്റ്റഗ്രാമിലും എനിക്ക് ഒരു കുട്ടിയും കൂടി എക്സ്ട്രാ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഗിവ് അവേ വെക്കുമോ,
10K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോൾ നോക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഫുൾ ഉറപ്പിച്ചിട്ടില്ല. കാരണം ഗിവ് അവേ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ്സ് ആയിട്ടൊക്കെ ഇടുമല്ലോ, എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമുക്ക് നമ്മളിപ്പോ ഒരാളെ വെക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക്, അല്ലെങ്കിൽ 2 പേരാണെങ്കിൽ 2 പേർക്കല്ലേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് ഒരു സങ്കടം കൂടിയാണ്. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാട്ടോ. ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്സിലോ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതാണ്. എന്തായാലും നമുക്കൊരു കുറച്ച് ബിഗ് ഫാമിലി, ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് വെക്കാന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു ഇത് എന്നുള്ള രീതിക്ക്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി നോക്കാട്ടോ. എന്താണെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അത് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗിവ് അവേ വെക്കണോ എന്നൊക്കെ ഉള്ളതൊന്ന് താഴെ കമന്റ് ചെയ്ത് പറയാട്ടോ. എന്റെ ഹെയറിന്റെ കളർ കണ്ടോ? ഇപ്പൊ ഈ കളറായിട്ടോ. പക്ഷെ ഇനി ഞാൻ കളർ ചേഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ ഇത് അങ്ങ് വളർന്ന് പോകാന്നല്ലാതെ ഇതിൽ കളർ അടിച്ചാൽ ശരിയാവില്ല. കാരണം ഓൾറെഡി കളർ അടിച്ചപ്പോൾ തന്നെ ഹെയർ സ്റ്റാർട്ടിങ്ങിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കാരണം ഞാൻ കുറേ പ്രാവശ്യം ചെയ്തല്ലോ, അത് ഭയങ്കര ഡാമേജ് ചെയ്യല്ലോ നമ്മുടെ ഹെയറിനെ. ഒരു പ്രാവശ്യം തന്നെ ചെയ്യുന്നത് കേടാണ്. പക്ഷെ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം ഈ ഒരു കളറാണ്. പക്ഷെ ഈ ഒരു കളർ രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സൺലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് എടുത്ത് അറിയും കേട്ടോ. ഈ ഒരു കളറിൽ ഞാൻ ഓക്കെ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കളർ പിന്നെ മാറ്റി ചെയ്യാനോ വേറെ ഒന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. ഈവനിങ് നമ്മൾ ടെറസിന്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സ്കൈ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ മേഘം കണ്ടോ, ഒരു ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ച പോലല്ലേ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളിങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് ഈവനിങ് ഇപ്രാവശ്യം നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ കാണിച്ചെന്ന കുറച്ച് ആൾക്കാർ കാണിച്ചു തരാനാണ്. ഹായ്. അപ്പൊ ദേ ഈ സുന്ദരി കുട്ടികളെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞത്. കിട്ടിയില്ല. അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പൂച്ചക്കുട്ടികൾ? അതാണ് പൂച്ച. മാമിന്റെ കാല് കണ്ടിട്ട് അടുത്ത ആള് കേട്ടോ. ഇവിടെ ഉള്ളില് കേറിയാലേ, അതിന്റെ ഉള്ളില് കേറാൻ വേണ്ടി നോക്കി. പിന്നെ ഇങ്ങനെ പോവും. എവിടെ പേടിച്ചതാ. കേട്ടോ പൂച്ച അച്ചടാ. ഇതെവിടെയാ? അങ്ങനത്തില്ല. ഒരാളിവിടെ പോയി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ പോലെ പൂച്ചകളെ നായകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാട്ടോ. എത്ര പേര് നമ്മുടെ പെറ്റ് ലവേഴ്സ് അല്ലെങ്കിൽ ആനിമൽ ലവേഴ്സ് ഉണ്ട് എന്നുള്ളതൊന്നും അറിയാമല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിൽ. അപ്പോൾ അതിലൊരാളിങ്ങനെ അരൂത്ത് പോയി ഇങ്ങനെ കുത്തിനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലായില്ല കേട്ടോ എന്താ സംഭവം എന്ന്. പിന്നെയാണ് മനസ്സിലായത് ആൾ ഇട്ടപ്പോഴും ഇടാതിരിക്കുകയാണെന്നുള്ളത്. അതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വേർഡാണല്ലോ റീൽസിലൊക്കെ. അപ്പം നമുക്ക് താഴോട്ട് പോകണ്ട, നമുക്ക് പോവാം. പിന്നെ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പം നമ്മൾ ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയാണ്. അപ്പോൾ അത് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചിക്കൻ കറിയും കൂട്ടി ഞാനും അനിയത്തിയൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മൾ 7 മണി 8 മണിയായപ്പം കഴിച്ചത്. പിന്നെ നമ്മൾ നൈറ്റിൽ ചോറും ചിക്കൻ കറിയും ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും അതുപോലെ തന്നെ പച്ചക്കറിയും അച്ചാറും ഇതായിരുന്നു കേട്ടോ നൈറ്റ് നമ്മുടെ ഡിന്നറിനുണ്ടായിരുന്നത്. പിന്നെ ഇത് പിറ്റേ ദിവസം മോർണിംഗിൽ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതും പുട്ടും പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ചായ ഉണ്ട്. അതാണ് കേട്ടോ ചായയും കേക്കും ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ പോയിട്ട് മാഗി ഉണ്ടാക്കിട്ടോ. നമ്മൾ മാഗി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ രണ്ടുപേരും കൂടി ചേർന്ന്, അതായത് മേമൻ്റെ മോളും അനിയത്തിയും കൂടി ചേർന്ന് മാഗി ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ അതും മാഗിയും കൂടി കഴിച്ചു കേട്ടോ ചായൻ്റെ കൂടെ തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എള്ളുണ്ട കൊണ്ട് തന്നു കേട്ടോ. അപ്പം ഞാൻ അത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബേക്കറി ഐറ്റമാണ്.
അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അപ്പം അമ്മ ഒരു എള്ളുണ്ട കൊണ്ട് തന്നപ്പോൾ ഞാൻ അത് കഴിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നമ്മൾ ബിരിയാണി വാങ്ങണമെന്നായിരുന്നു കേട്ടോ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല സാധാരണ വാങ്ങണേ. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ പ്ലാനൊക്കെ ചേഞ്ച് ചെയ്തു. ഊണ് തന്നെയായിരുന്നു കേട്ടോ. മോരുകറി ഉണ്ടായിരുന്നു, ഒരു മീൻ കറി, പിന്നെ മീൻ പൊരിച്ചതും, പപ്പടം, അച്ചാറ്, പയറിൻ്റെ ഉപ്പേരി, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഈവനിങ് ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. തിരിച്ചു പോരുമ്പോൾ ഓട്ടോറിക്ഷ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ മുടിയൊക്കെ വാരി കെട്ടി ഓടിയതാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ചായ കുടിച്ചതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക അതുപോലെ തന്നെ ഈ ഒരു വാഴക്കുലയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.